അധ്യാപിക ബാഗ് കൊണ്ട് തലക്കടിച്ച 6ാം ക്ലാസ്സുകാരിയുടെ തലയോട്ടിയിൽ പൊട്ടൽ. ആന്ധ്രാപ്രദേശിലെ സ്കൂളിലാണ് സംഭവം ഉണ്ടായത്. ടീച്ചർ ബാഗ് ഉപയോഗിച്ച് കുട്ടിയുടെ തലക്കടിച്ചതിനെ തുടർന്നാണ് പരിക്ക് പറ്റിയതെന്ന് രക്ഷിതാക്കൾ ആരോപിച്ചു. കുട്ടിയെ അടിക്കുന്ന സമയത്ത് ബാഗിൽ സ്റ്റീലിന്റെ ചോറ്റുപാത്രം ഉണ്ടായിരുന്നു. ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ലയിലെ പുങ്കന്നൂരിൽ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ സ്വാതിക നാഗശ്രീക്കാണ് പരിക്കേറ്റത്. ഹിന്ദി അധ്യാപികയായ സലീമ ഭാഷയ്ക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. കുട്ടി ക്ലാസ്സിൽ വികൃതി കാണിച്ചതിനെ തുടർന്നുള്ള ദേഷ്യത്തിലാണ് അധ്യാപിക അടിച്ചതെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ സെപ്റ്റംബർ 10-ാം തീയതിയാണ് സംഭവം നടന്നത്. കുട്ടിയുടെ അമ്മ വിജയിത ഇതേ സ്കൂളിലെ സയൻസ് ടീച്ചറാണ്. എന്നാൽ കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റെന്ന് ആദ്യം മനസ്സിലായില്ല. പിന്നീട് കുട്ടിക്ക് തലവേദനയും തലകറക്കവും അനുഭവപ്പെട്ടു. സ്കൂളിൽ പോവാൻ കഴിയാതെയായി. ഇതേ തുടർന്നാണ് കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോയത്. ആദ്യം പുങ്കന്നൂരിലെ ആശുപത്രിയിലാണ് കൊണ്ടുപോയത്. ഗുരുതര സാഹചര്യം മനസ്സിലാക്കിയ ഡോക്ടർ വിദഗ്ധ ചികിത്സയ്ക്ക് നിർദ്ദേശിച്ചു. ബാംഗ്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പിന്നീട് മാറ്റി. അവിടെ നടത്തിയ CT സ്കാൻ പരിശോധനയിലാണ് തലയോട്ടിയിൽ പൊട്ടലുണ്ടെന്ന് കണ്ടെത്തിയത്. തുടർന്ന് രക്ഷിതാക്കൾ അധ്യാപികയ്ക്കും പ്രിൻസിപ്പലിനുമെതിരെ പരാതി നൽകി. പുങ്കന്നൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് രോഷാകുലരായ രക്ഷിതാക്കൾ സ്കൂളിലെത്തി അധ്യാപകരുടെ ശിക്ഷാ നടപടികൾക്കെതിരെ പ്രതിഷേധിച്ചു.